പിറന്നാളിന് മുന്നോടിയായി ദിയയും അശ്വനും ഓമിയും മാലദ്വീപിലേക്ക് പോയിരുന്നു. 4-മത്തെ പ്രാവശ്യമാണ് ഞാൻ, അശ്വൻ 3-മത്തെ തവണ. ഓമിയെ ആദ്യമായാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അമ്മുവിനും ഇഷാനിക്കൊപ്പമായാണ് ഞാൻ ആദ്യം പോയത്. പുതിയ വ്ലോഗിലൂടെയായിരുന്നു ദിയ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. ബീച്ചൊക്കെ കാണാൻ ഓമി എക്സൈറ്റഡ് ആണ്. വെള്ളം അവന് ഇഷ്ടമാണ്. ഫ്ലൈറ്റിലെല്ലാം ഓമി നല്ല ഉറക്കമായിരുന്നു. ചെറിയൊരു ഫ്ലൈറ്റിലാണ് പോയത്. 5 മാസം പ്രഗ്നൻ്റായ സമയത്തായിരുന്നു ആദ്യമായി ഇതിൽ കയറിയത്. അന്നത്തെ അത്ര സഫോക്കേഷൻ ഇല്ല ഇന്ന് എന്ന് ദിയ പറഞ്ഞിരുന്നു. വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഓമി നല്ല കുട്ടിയായിരുന്നു. അവനിത് അറിഞ്ഞ് പോസ്റ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു എന്നായിരുന്നു ദിയയുടെ കമൻറ്റ്. ബർത്ത്ഡേ ആയതുകൊണ്ടാണ് മാലദ്വീപിലേക്ക് പോകുന്നത്. അമ്മ തന്ന ഗോൾഡ് ബ്രേസ്ലെറ്റും ദിയ കാണിച്ചിരുന്നു. അച്ഛൻ പുതിയതായി കുറച്ച് റിംഗ് തന്നിരുന്നു. അതെല്ലാം ഇടാറുണ്ട് ഇപ്പോൾ. 3 വർഷം മുന്നേ വന്നപ്പോൾ ഇതേ കാലാവസ്ഥയായിരുന്നു ഇവിടെ. നല്ല മഴയുണ്ട് ഇവിടെ. അച്ഛന് അങ്ങനെയുള്ള ക്ലൈമറ്റാണ് ഇഷ്ടം. അന്ന് ഇവിടുത്തെ എയർപോർട്ട് വലിയ ഭംഗിയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ മൊത്തത്തിലങ്ങ് മാറി. പഴയ സ്ഥലവുമായി ഒരു ബന്ധവുമില്ല. ഓമി ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കത്തില്ല. അശ്വിൻ്റെ കൂടെ തന്നെ പോവണം. ഇവിടെ എത്തിയതും ഉള്ള സന്തോഷമെല്ലാം എയറിലായി. ആരുടെ കണ്ണേർ കിട്ടിയതാണെന്നറിയില്ല. നമ്മുടെ ഏറ്റവും വലിയ പെട്ടി വന്നിട്ടില്ല. നമ്മളുടെ മാത്രമല്ല, വേറെ 3-4 പേരുടെയും വന്നിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചപ്പോൾ ഫ്ലൈറ്റിൽ ഓവർ വെയിറ്റ് ആയതുകൊണ്ട് മാറ്റിവെച്ചതാണെന്ന മറുപടിയാണ് ലഭിച്ചത്. നമ്മളെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കാതെ, നമ്മളെ അറിയിക്കാതെ നിങ്ങളെങ്ങനെ മാറ്റിയെന്നായിരുന്നു ഞങ്ങൾ ചോദിച്ചത്. നിങ്ങളെ അവർ ഇൻഫോം ചെയ്തില്ലേ എന്നായിരുന്നു അവരുടെ ചോദ്യം. ഞങ്ങളുടെയും കുഞ്ഞിൻ്റെയുമെല്ലാം ഡ്രസ്സ് ആ പെട്ടിക്കുള്ളിലായിരുന്നു. എൻ്റെ അടിവസ്ത്രം വരെ അതിലാണ് വെച്ചത്. കൊച്ചിൻ്റെ ഡയപ്പർ വേറെ ബാഗിൽ വെച്ചതിനാൽ ഭാഗ്യത്തിന് അത് കിട്ടി. അതുപോലെയുള്ള പണി ആരോടും കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടി നാട്ടിൽ വെച്ച് വരാനല്ല നിങ്ങൾക്ക് പൈസ തരുന്നത്. കുഞ്ഞിനെയൊക്കെ വെച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവരെ അറിയിക്കാതെ അവരുടെ പെട്ടിയെടുത്ത് മാറ്റരുത്. 24 മണിക്കൂറിനുള്ളിൽ പെട്ടിയെത്തി തരാമെന്ന് പറഞ്ഞാലും അത്രയും നേരം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറും ചീപ്പായ പരിപാടിയാണ്. എന്തിനാണ് ഈ ഫ്ലൈറ്റിൽ വന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനിപ്പോൾ എന്താണ്, ഒരു പെട്ടിയല്ലേ എന്ന മനോഭാവത്തിലാണ് ഇവിടെയുള്ള ജീവനക്കാർ. കടകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തോളൂ, ബിൽ കാണിച്ചാൽ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെന്തായാലും ഷോപ്പിംഗ് നടത്താൻ പോവുകയാണ്. ബിൽ അവർ തന്നെ തരട്ടെ. ഞാൻ ബേബിക്ക് വേണ്ടി ബട്ടർ മിൽക്ക് തരാമോ എന്ന് ചോദിച്ചിരുന്നു. ക്യാഷിനിട്ട് മേടിച്ചാൽ തരാമെന്നായിരുന്നു മറുപടി. കുഞ്ഞിന് വേണ്ടി ഇച്ചിരിയെങ്കിലും ഒഴിച്ചു തരുമെന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും അല്പം ഒഴിച്ചു തരാമായിരുന്നു. എമിറേറ്റ്സിൽ ബേബിക്ക് വേണ്ടി സ്ട്രോബെറി ചോദിച്ചപ്പോൾ അവർ ഒരു ബോക്സ് തന്നെ തന്നിരുന്നു. എന്തായാലും ഇതൊരു വല്ലാത്ത അനുഭവമായി പോയി. ഞങ്ങൾ അടിച്ചുപൊളിച്ച് ഷോപ്പിംഗ് ചെയ്യും. വില കൂടിയ ജട്ടിയൊക്കെ വേണം മേടിക്കാൻ. ചോദിച്ചാൽ നമ്മൾ ഇതേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയാം. ലഗേജ് ഇല്ലാത്ത എന്തിനാണ് അവരെ ഫ്ലൈറ്റിൽ കയറ്റിയെന്നായിരുന്നു അച്ഛൻ ചോദിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താണ്. എന്നിട്ടോ അവരൊക്കെ പറഞ്ഞില്ല. എന്തായാലും ഈ വ്ലോഗിന് ക്യാപ്ഷൻ കിട്ടിയെന്നുമായിരുന്നു ദിയയും അച്ഛനും പറഞ്ഞത്.